ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ചെടികളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് ഒത്തിരി പേർക്കത് ഇഷ്ടമായി. ഒത്തിരി പേര് നല്ല കമൻറ്റുകൾ തന്ന് എല്ലാവർക്കും കമൻറ്റുകൾ എഴുതിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് രണ്ട് ചെടികളെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം. ഓക്കെ, ഇത് കണ്ട ഈ പ്ലാന്റ് എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്, ഇലയിലുള്ള ഡിസൈൻ വെറൈറ്റി ഡിസൈനല്ലേ. അതുപോലെ എൻ്റെ ലീഫെന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ലീഫാണ്. കണ്ടോ, ഡിസൈൻ കാണാൻ നല്ല രസമില്ലേ? ഇതാണ് ആന്തൂറിയം മാഗ്നിഫിക്കം. ആന്തൂറിയം മാഗ്നിഫിക്കം എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നല്ല രസമാണത് കാണാൻ. എൻ്റെ അതിൻ്റെ ഡിസൈൻ, പ്രകൃതിയുടെ ഓരോ കളികൾ അല്ലേ, എന്ത് രസമുണ്ടെന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഓക്കെ, ഈ പ്ലാന്റ് എങ്ങനെയുണ്ട്? അഗ്ലോണിമ ഇനത്തിൽപ്പെട്ടതാണ്. അഗ്ലോണിമ സിൽവർ അഗ്ലോണിമ എന്ന് പറയും. ഇതിന് ഏകദേശം ഒരു സിൽവർ ഷെയ്ഡ് ഉള്ളതുകൊണ്ടായിരിക്കണം സിൽവർ അഗ്ലോണിമ എന്ന പേര് വന്നിട്ടുള്ളത്. ഇത് നല്ല രസമാണ്. എൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഗ്ലൈസിങ് ആണ്, നല്ല ഗ്ലൈസിങ് ആണ്. ഏകദേശം ഒരു സിൽവർ ഷെയ്ഡ് ഇതിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആ പേരതിന് കിട്ടിയിട്ടുള്ളത്. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റ് ആണേ, സ്പൈഡർ പ്ലാന്റ്. ഇത് മിക്കവാറും എല്ലായിടത്തൊക്കെ ഉള്ളത് തന്നെയാണ്. എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് കാണിച്ചതേ ഉള്ളൂ. സ്പൈഡർ പ്ലാന്റ്. ഈ പ്ലാന്റ് എങ്ങനെയുണ്ട്? ഇത് കലാത്യ ഇനത്തിൽപ്പെട്ട പ്ലാന്റാണ്. കലാത്യ സെബ്രീന, സീബ്ര പ്ലാന്റ് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ നേച്ചർ ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ബ്രസീലാണ്. ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറയണത് ഇതിൻ്റെയൊക്കെ ഇലകളുടെ ഡിസൈനാണ്. എല്ലാ ചെടികൾക്കും അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇത് കാണാൻ നല്ല രസമല്ലേ? ഓക്കെ, ഹായ്, എല്ലാവർക്കും എൻ്റെ ചെടികളെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് കുറിക്കുക, ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.